ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 3ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ അദ്റസ് ഹാമിസ് അഷ്റ 15ാമത്തെ പാഠം അൽ ഇഖ്ഫാ 2 ഇഖ്ഫായിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് അക്ഷരങ്ങളെ കുറിച്ചുള്ളതാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ അതുപോലെ കുറച്ച് അക്ഷരങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതിൽ താഴെ തന്ന ആയത്തുകളും അതിന് ശേഷം വന്ന അക്ഷരങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇവിടെ സാക്കിനായ നൂന് ശേഷം ദാല് വന്നിട്ടുണ്ട്, ദാല്. അപ്പോൾ ഇവിടെ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് ദാല്. ഇവിടെ നൂനിന് ശേഷം ദാലാണ് വന്നത് ഇഖ്ഫായിന്. ഇവിടെ സായി വന്നിട്ടുണ്ട്, ഇവിടെയും സായി. ഇവിടെ സീന് വന്നിട്ടുണ്ട്. ഇവിടെ മിൻ ഷരി ഷീന് വന്നിട്ടുണ്ട്. അതുപോലെ സ്വാദ് വന്നു. ഇവിടെ സ്വാദ് വന്നു. ദാല് തോ വരുന്നുണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് ഇതിലൊക്കെ പറയുന്ന അക്ഷരങ്ങൾ കുറച്ചായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും അടയാളപ്പെടുത്താത്തത്. ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വരും, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ദാല് വന്ന്, സായി വന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ സീന്, ഇവിടെ തൻവീന് ശേഷമാണ് സീന് വരുന്നത്. ഇവിടെ തൻവീന് ശേഷം ഷീന്, പുള്ളിയുള്ള ഷീന് വന്നു. ഇവിടെ തൻവീന് ശേഷം സ്വാദ് വന്നു. ഇവിടെയൊക്കെ സാക്കിനായ നൂനിൻ്റെയും തൻവീനെയും മറച്ചു മണിച്ച് പാരായണം ചെയ്യണം. ദാല്, ദാല്, സായി, സീന്, ഷീന്, സ്വാദ് എന്നീ 6 ഹർഫുകൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ ഉള്ള ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത്രയാണ് ഈ പാഠത്തിൽ പറയുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ദഫ്തർ തോലിബ് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ സൂറത്തുൽ മുദ്ദസ്സിർ, കിയാമ, ആ സൂറത്തുകളിൽ നിന്നൊക്കെ എന്താണ് ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദാം ബിഉന്ന, ഇദാമും ബിലാഉന്ന, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓതി മനസ്സിലാക്കാനാണ്. പിന്നെ സൂറത്തുൽ ളുഹായും അദ്കാറും ഹിഫ്ലാക്കേണ്ട ഭാഗങ്ങൾ അതും മനസ്സിലാക്കി പഠിക്കുക. തദ്രിബാത്തിൽ നമുക്കൊരു ആയത്തുകളാണ് വന്നത്. അപ്പം അതിന്ന് നമ്മൾ പഠിച്ച ദാല്, ദാല്, സായി, സീന്, ഷീന്, സ്വാദ് ആ അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മളിവിടെ കണ്ടെത്തണം. അപ്പോൾ അതാണ് നമുക്ക് നോക്കി അടയാളപ്പെടുത്താം. ഇവിടെ തൻവീന് ശേഷം സീന് വന്നിട്ടുണ്ട്. ഇവിടെ തൻവീന് ശേഷം ഷീനും വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ആയത്തിൽ നൂനിന് ശേഷം ദാല്, ദാല്. ഇവിടെ നൂനിന് ശേഷം സീന്, സീന് വന്നു. പിന്നെ ഇവിടെ തൻവീന് ശേഷം ദാല് വന്നു, ദാല്. തൻവീന് ശേഷം സ്വാദ് വന്നു. നൂനിന് ശേഷം ഷീന് വന്നു. അടുത്തവിടെ മാച്ച് ചെയ്ത് കൊടുക്കണം. മിംബാഴതി, മിംബാഴതി എന്നത് എന്താണ്? നൂനിന് ശേഷം ബാ, നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. എന്തിനാണ്? അതിന് ശേഷം ബാ വന്നാൽ ഇക്ലാബ്. അപ്പോൾ നമുക്ക് 1ാമത്തെ കള്ളിയിലേക്ക് ഇക്ലാബ് എഴുതാം. അടുത്തത് നൂനിന് ശേഷം ലാമ്, നൂനിന് ശേഷം ലാമ്. ലാം എന്തിൻ്റെ അക്ഷരമാണ്? ഇദാമും ബിലാഉന്നയുടേത്. അപ്പോൾ 2ാമത്തെ കള്ളിയിലേക്ക് അത് എഴുതാം. മിൻ സുൽത്താന്, നൂനിന് ശേഷം സീന് വന്നു, സീന്, സീന് ഇഖ്ഫാ, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. മിൻ ഹാദിൻ, ഹ, ഇൽഹാറിൻ്റെ വെളിവാക്കണം, ഇൽഹാർ. അപ്പോൾ 4ാമത്തെ കള്ളിയിലേക്ക് അത് എഴുതാം. അടുത്തത് മിമ്മാഇൻ, ഉന്നത്തോടു കൂടി ഇദാം ചെയ്യണം, ഇദാമും ബിഉന്ന. അപ്പോൾ 5ാമത്തെ കള്ളിയിലേക്ക് അത് എഴുതാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി തൻവീനിൻ്റെത് അതുപോലെ വന്നിട്ടുണ്ട്. എന്താണ്? അദാബൻ അലീമ, ഹംസ, തൻവീന് ഷംസ, ഇൽഹാർ, ഇൽഹാർ. യൗമൻ സക്കീല, തൻവീന് സാ, മീമാക്കി മറച്ചു മണിക്കണം. അപ്പോൾ അവിടെ 2ാമത്തെ കള്ളിയിലേക്ക് ഇഖ്ഫാ എഴുതാം. ജസാഅം വിഫാക്ക, തൻവീന് ശേഷം വാവാണ്, ഉന്നത്തോടു കൂടി ഇദാം ചെയ്യണം, ഇദാമും ബിഉന്ന. അപ്പോൾ അത് 3ാമത്തെ കള്ളിയിലേക്ക് എഴുതാം.
ഫിത്നത്തല്ലില്ലദീന, ഉന്നത്ത് കൂടാതെ ഇദാം ചെയ്യണം. അപ്പോൾ ഇദാമും ബിലാ ഉന്ന, അത് നാലാമത്തെ കളിലേക്ക്. കൗമംബൂറ, ഇക്ലാബ്, തൻവീന് ശേഷം ബ, ഇക്ലാബ്. അപ്പോൾ അഞ്ചാമത്തെ കളിലേക്ക് അത് എഴുതാം. മനസ്സിലാക്കുക, ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് നമ്മൾ പഠിക്കാൻ. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയുള്ളൂ. പിന്നെ തഹസീസ് വരുന്നത് നമുക്ക് സൂറത്തുൽ മുദ്ദസ്സിറും ഖിയാമും ഓതിയിട്ട് അതിൽ ഇഖ്ഫാ, ഇക്ലാബും ഇദാമൊക്കെ വന്നത് മനസ്സിലാക്കാൻ എണ്ണിയായിട്ട് ഇവിടെയൊക്കെ എഴുതാനാണ്. എത്ര ഇൽഹാർ കണ്ടെന്ന് എണ്ണി എഴുതണം. ഇഖ്ഫായിൻ്റെ എത്ര അക്ഷരങ്ങൾ കണ്ട്, ഇക്ലാബ്, ഇദാം ബി ഉന്ന, ഇദാമും ബിലാ ഉന്ന, അതൊക്കെ എത്ര നിങ്ങൾ കണ്ടെത്തി എന്നത് എണ്ണിയിട്ട് ഇവിടെയൊക്കെ എഴുതാനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തജ്വീദ് നിയമങ്ങൾ നന്നായി മനസ്സിലാക്കി ഇതാക്കാൻ പറ്റും. അതൊക്കെ നോക്കുന്നതോടെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ സൂറത്തുൽ ളുഹായും അദ്കാറും പഠിക്കുക. അതാണ് ഇവിടെ തഹസീസ് വന്നത്. അപ്പോൾ അതൊക്കെ മനഃപ്പാടമാക്കിയതല്ലേ, അതൊക്കെ എല്ലാവരും മനഃപ്പാടാക്കുക. അപ്പോൾ എത്രയാണ് ഇത് ഇഖ്ഫാ 2 എന്ന പാഠഭാഗത്തിൽ വന്നത്. അപ്പോൾ നിങ്ങൾ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വരുമ്പോൾ അവിടെ മറച്ചു മണിക്കുന്നത് നന്നായിട്ട് ഓതി പഠിക്കുക. വമിങ്കൊല്ലി, വമിങ്കൊല്ലി, അങ്ങനെ മറച്ചു മണിക്കുന്ന രീതി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.